പ്രിയ പ്രേക്ഷകരെ, ഇന്നൊരു ചിത്രം കണ്ടു, തഗ് ലൈഫ്. ആ സിനിമ പ്രേക്ഷകരിൽ പലരും പറഞ്ഞു, പൊതുവെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ ചിത്രം വളരെ മോശം എന്നാണുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. കമലഹാസനും നമ്മളെ ചിമ്പുവും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന മറ്റ് മുൻനിര താരങ്ങൾ, ഞാൻ ആരെയും പേര് പറയണില്ല, ഒപ്പം AR റഹ്മാന്റെ സംഗീതം, മണിരത്നത്തിന്റെ ഡയറക്ഷൻ. ഈ ചിത്രം ഇന്ന് ഞാൻ കണ്ടു. പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കളക്ഷനിലൊക്കെ വളരെ പുറകിലാണ്, 100 കോടിക്ക് താഴെയാണ്. പിന്നെ പ്രേക്ഷകർ പറഞ്ഞ പോലെ ഈ ചിത്രം മോശമല്ല. ഈ ചിത്രം എങ്ങനെ മോശമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിതമായി പ്രതീക്ഷ കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ്. അതുകൊണ്ട് ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ പോകുമ്പോഴത്തേക്കും അത് മോശമായി. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ചിത്രം കാണാൻ പോയപ്പോൾ എനിക്ക് ഈ ചിത്രം മോശമല്ല എന്ന് തോന്നി. എന്നാൽ ബെറ്റർ അല്ല, ടോപ്പ് ക്വാളിറ്റി അല്ല. കമലഹാസന്റെ സിനിമയോ അല്ലെങ്കിൽ അതുകൊണ്ട് കമലഹാസന്റെ ചിന്തകളെയോ ഇതോട്ടൊന്നും നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പോലും ഈ ചിത്രം പറ്റൂല. കാരണം കമലഹാസൻ ഈസ് എ ലിജൻഡ്. കമലഹാസന് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയയാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റൂല, ചിന്തിക്കാൻ പോലും പറ്റൂല. അതാണ് സത്യം. നമുക്ക് രജനീകാന്തിന്റെ പടം കാണാം, എന്ത് പറയണത്, പിന്നെ ഹിന്ദി നടന്മാരെ പടം കാണാം, എപ്പോഴും എന്റർടൈൻമെന്റ് സിനിമകൾ എടുത്തിരിക്കുന്ന വിജയ്, സൂര്യയും ചെറിയ ഡിഫറെന്റ് ആവാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിത്രങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്കൊരു ലിജൻഡ് എന്നല്ല ഇവരെയൊന്നും അഭിപ്രായപ്പെടാൻ ഒരിക്കലും പറ്റൂല. ഒരു ലിജൻഡിന്റെ സിനിമ കാണാൻ നമുക്ക് ഒരിക്കലും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പോലും ഇത് പറ്റൂല. അത് എങ്ങനെ സംഭവിച്ചു എന്നാണ് വിഷയം. പക്ഷെ പടം മോശമല്ല, ഇന്റർവെൽ വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പടം എങ്ങനെ മോശമായി? മണിരത്നത്തിന്റെ സംവിധാനത്തിലുണ്ടായ പാളിച്ച ഭയങ്കരം, കഥ സെലക്ഷനിലെ പാളിച്ച ഭയങ്കരം. പിന്നെ മണിരത്നം എന്ന് പറയുന്ന ആൾക്ക് 70-75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കഥ ചിന്തിക്കുമ്പോൾ എവിടെ ചിന്തിക്കണമെന്നും പുള്ളിക്ക് അറിയില്ല. പുതിയ ലോകത്തെക്കുറിച്ചുള്ള പുള്ളിക്ക് വായനാശീലമില്ല. പുതിയ ലോകത്തെക്കുറിച്ച് അയാൾ സെർച്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മണിരത്നത്തിന്റെ പേരിൽ മറ്റാരോ സിനിമ ഒരുക്കുന്നു. അത് എനിക്ക് തോന്നുന്നുണ്ട്. മണിരത്നത്തിന്റെ പേരിൽ മറ്റാരോ സിനിമ ഒരുക്കുന്നു, എന്നിട്ട് മണിരത്നത്തിന്റെ പേര് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അത് നിൽക്കില്ല. പൊന്നിയിൻ സെൽവം പോലെ നിൽക്കില്ല. പൊന്നിയിൻ സെൽവം പലരാട്ട് ചെയ്ത സിനിമയാണെന്നുള്ളത് എന്നെ പോലുള്ള ആൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. പലരും പല വേർഷനായിട്ട് കൊടുത്ത് ഡയറക്റ്റ് ചെയ്തിട്ട് ഇറക്കിയ ചിത്രമാണ് പൊന്നിയിൻ സെൽവൻ. അത് മാർക്കറ്റ് പിടിച്ചു എന്നല്ല, ഇറക്കിയ കാശ് പിടിച്ചു, അത്യാവശ്യം പ്രോഫിറ്റും കിട്ടി. പക്ഷെ അതേ ഒരു വീവില് കമലഹാസന്റെ ബാനറിൽ കമലഹാസൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ചിത്രമാണ് ഇത്, ഈ തഗ് ലൈഫ്. ഈ